ഗ്രീഷ്മയുടെയിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്തുണ്ടെങ്കിൽ കുറച്ച് റിയാക്ഷൻ ചാനൽസിനെ കുറിച്ചുള്ള കാര്യമാണ് മെയിനായിട്ട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. അതിൻ്റെ ഇടയിലുണ്ടെങ്കിൽ ദിയ കൃഷ്ണയുടെ കാര്യവും പറയുന്നുണ്ട്. ഇതേ കണക്കുണ്ടെങ്കിൽ ഒരു അമ്മയുണ്ടെങ്കിൽ അവരുടെ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ സമയത്തുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കുടുംബക്കാരെ വിളിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേരുണ്ടെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു. അതൊക്കെ എന്തിനാന്നുള്ള രീതിയിലായിരുന്നു ഗ്രീഷ്മ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവരുടെ ഫാമിലി ഫംഗ്ഷൻ അവർ നടത്തുന്നുണ്ട്. അവർക്ക് ഇഷ്ടമുള്ളവരെ വിളിക്കാതിരിക്കുക, അതൊക്കെ അവരുടെ ഇഷ്ടമാണ്. അതിനൊന്നും ബാക്കിയുള്ളവർ ചെന്ന് സംസാരിക്കേണ്ടെന്നുള്ള രീതിയിലൊക്കെയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതേ സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതേ കണക്ക് തനി മലയാളിയുടെ ഉണ്ടെങ്കിൽ കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ഒക്കെ ആഘോഷിച്ചിട്ടുണ്ടായിരുന്നു. അതുമായിട്ട് കമ്പാരിസൺ ആയിരുന്നു ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. എന്തായിരുന്നാലും ഉണ്ടെങ്കിൽ ഗ്രീഷ്മ പറയുന്നത് ഇതുണ്ടെങ്കിൽ ബാക്കിയുള്ളവരുടെ വിഷയമല്ല, ഇതുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കാര്യമാണ്, അത് തലയുണ്ടെന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതിന് കമൻറ്റ് എന്നുള്ള രീതിയിൽ ഒരുപാട് പേര് പറയുന്നുണ്ട്. ഇത് കണക്ക് സോഷ്യൽ മീഡിയയിൽ ഇട്ട് കഴിഞ്ഞാൽ അതുണ്ടെങ്കിൽ അവരുടെ വിഷയമൊന്നും ഇല്ല, അത് ബാക്കിയുള്ളവരും കൂടെ അതിൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നതായിരിക്കും. അങ്ങനെ അല്ലാതിരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടെങ്കിൽ സോഷ്യൽ മീഡിയ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും ഇടാൻ പാടില്ലെന്നുള്ള രീതിയിൽ ഒരുപാട് പേരുണ്ടെങ്കിൽ കമൻസൊക്കെ ഇടുന്നുണ്ട്. എന്തായിരുന്നാലും തൻ്റെ ഭാഗം ഉണ്ടെങ്കിൽ ഇതാണെന്നുള്ള രീതിയിലായിരുന്നു ഗ്രീഷ്മയുണ്ടെങ്കിൽ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്.